നമസ്കാരം, ഡോക്ടർ സൗമ്യ സേനാണ്. നമ്മുടെ ലൈവ് കാണുന്നുണ്ടോ? ആളുകൾ ലൈവില് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ടോപ്പിക് കുറേ പേര് കുറേ കാലമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഹെൽത്ത് ഡ്രിങ്കുകൾ. അതിപ്പോ ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് ഹെൽത്ത് ഡ്രിങ്കുകളുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഹെൽത്ത് ഡ്രിങ്കുകളുണ്ട്, നമുക്ക് വിപണികളിൽ പൊടിയായിട്ട് വാങ്ങാൻ കിട്ടുന്ന ഹെൽത്ത് ഡ്രിങ്കുകളുണ്ട്. അത് തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നത് വേറെ, സ്ത്രീകൾക്ക് കൊടുക്കുന്നത് വേറെ, വയസ്സായ ആളുകൾക്ക് കൊടുക്കുന്നത് വേറെ, അങ്ങനെയൊക്കെ പല 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 കാറ്റഗറികൾ ഉണ്ടല്ലോ അല്ലെ. ആളുകൾ വന്നോ? എനിക്ക് ലൈവിൽ ആരെയും കാണുന്നില്ല. കണ്ടു തുടങ്ങിയോ? യെസ്, ഓക്കെ. എനിക്ക് ലൈവിലേ കാണാത്തുള്ളൂ. ആക്ച്വലി മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ലൈവ് കാണാലോ അല്ലെ. ഞാൻ പറയുന്നത് കാണും കേൾക്കും ചെയ്യാലോ. ഹായ് 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 എല്ലാവർക്കും ഹായ്. യെസ്. സോ അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, പലരും ചോദിച്ചു ഈ ഹെൽത്ത് ഡ്രിങ്കുകൾ കൊടുക്കുന്നത് കൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. സോ നമ്മള് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഹെൽത്ത് ഡ്രിങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്നതല്ല. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് വിപണികളിൽ വാങ്ങാൻ കിട്ടുന്ന ഇപ്പൊ ധാരാളം പേരുകളുണ്ടല്ലോ അല്ലെ. എന്തൊക്കെ ഹെൽത്ത് ഡ്രിങ്കുകളുണ്ട്. ഹോർലിക്സ്, വിമൻ ഹോർലിക്സ്, അതിൽ തന്നെ ആണുങ്ങൾക്ക് വേറെ വിമൻ ഹോർലിക്സ് വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നത്, വയസ്സായ ആളുകൾക്ക് എൻഷുർ എന്ന് പറയുന്ന പൊടികളുണ്ട്, പീഡിയാഷുർ എന്ന് പറയുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന പൊടിയുണ്ട്. ഇതിൽ തന്നെ ജൂനിയർ ഹോർലിക്സ് ഉണ്ട്, ബോൺവീറ്റ ഉണ്ട്, എന്താ പറയാ, അങ്ങനെ എത്ര പല 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 പൊടികളെ നമ്മളിപ്പോ ടി വി ഒന്ന് ഓണാക്കിയാൽ തന്നെ കുട്ടികൾക്കുള്ള ഇങ്ങനെ കലക്കി കൊടുക്കുന്ന പൊടികളുടെ ഒരു എത്ര പരസ്യങ്ങളാണ് നമ്മൾ കാണുന്നത്, പല ബ്രാൻഡുകൾ. അതേ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള പല പല ബ്രാൻഡുകൾ, അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ രീതിയിൽ തന്നെ പ്രധാനമായിട്ട് കുട്ടികളുടെ ഇങ്ങനെയുള്ള ഹെൽത്ത് ഡ്രിങ്കുകൾ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ആരോഗ്യത്തിന് ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നുള്ളതാണ്. ഇതിൽ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ എന്നോട് വന്നിട്ട് പലരും ഹെൽത്ത് ഡ്രിങ്ക് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കണ്ട എന്ന് ഞാൻ പറയാറില്ല. ഓക്കെ, പക്ഷേ ഇതിന്റെ പ്രശ്നം എവിടെയാ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പരസ്യങ്ങളിൽ പറയുന്ന പല കാര്യങ്ങളും തെറ്റിദ്ധാരണാജനകമാണ്. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ പലതരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ്, അതായത് അവരുടെ പല വ്യാകുലതകളും അല്ലെങ്കിൽ ആശങ്കകളും ഒക്കെ മുതലെടുത്തിട്ടാണ് ഇവർ ഈ സംഭവത്തിനെ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത്. സോ ആ കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പല ഹെൽത്ത് ഡ്രിങ്കിന്റെയും പരസ്യത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കുന്ന കുട്ടി ഒരു വർഷം 6 സെന്റിമീറ്റർ ഉയരം വെച്ചപ്പോ ആ ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കാത്ത കുട്ടി 3 സെന്റിമീറ്റർ മാത്രമേ ഉയരം വെച്ചിട്ടുള്ളൂ. ആ ഹെൽത്ത് ഡ്രിങ്ക് കുടിച്ച കുട്ടി ഒരു കൊല്ലം 3 കിലോ തൂക്കം വെച്ചപ്പോ മറ്റേ കുടിക്കാത്ത കുട്ടി വെറും 1 കിലോ മാത്രമേ തൂക്കം വെച്ചുള്ളൂ. യെസ്, അങ്ങനെയൊക്കെയുള്ള പരസ്യങ്ങൾ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കംപ്ലീറ്റ് നോൺസെൻസ് ആണ്. ഇതെന്താണ്? ഇത് കേൾക്കുന്ന, ഇതിനെപ്പറ്റി കൃത്യമായ അവബോധമില്ലാത്ത ഒരു അച്ഛനോ അമ്മയോ എന്താണ് കരുതുക? അവരെന്താ കരുതുക? ഓക്കെ, എനിക്ക് എന്റെ കുട്ടിക്ക് ഇപ്പൊ ഞാനിത് വാങ്ങി കൊടുക്കാത്തത് കൊണ്ട് എന്റെ കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും വേണ്ടത്ര കൂടില്ല എന്നൊരു ചിന്തയല്ലേ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വാചകം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരസ്യം കാണുന്ന ഒരു അച്ഛനും അമ്മയ്ക്കും തോന്നുക. അപ്പൊ എന്താ ചെയ്യുക? പാവപ്പെട്ട അച്ഛനമ്മമാരെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും ചൂഷണത്തിന് ഇടയാവുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടത്തരം, അതായത് മിഡിൽ ക്ലാസ്സിൽ പെടുന്ന അച്ഛനമ്മമാരാണ്. ഇതിന്റെയൊക്കെ വില നല്ല വിലയാണ്. 400 രൂപ 500 രൂപയൊക്കെയാണ് ഒരു ഡപ്പയ്ക്ക്. അപ്പൊ ശരിക്കും അവർ പറയുന്ന അളവിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ മേ ബി ഒരു 1-2 ആഴ്ച മാത്രമേ ഈ ഒരു ഡബ്ബയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഒരു മാസത്തേക്കൊക്കെ ചിലപ്പോൾ ഒരു 1000-2000 രൂപയുടെ പൊടി നമ്മൾ വാങ്ങി കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഈ പൊടിയൊക്കെ മോശം എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ഹലോ, സോ ഈ പൊടിയെല്ലാം മോശം എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. പക്ഷെ ഇവർ പറയുന്ന പല കാര്യങ്ങളും പറ്റിക്കലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇപ്പോ ഈ ഒരു ഹൈറ്റിന്റെയും വെയിറ്റിന്റെയും കാര്യം എല്ലാവരും പറയുന്നതാണ് അല്ലെ. അത് കഴിച്ച ആളിങ്ങനെ ഇന്നാളെ ഏതൊരു പരസ്യം കണ്ടു, ആ കുട്ടി ഇങ്ങനെ വളരെ ഹൈറ്റ് എന്നുള്ളൊരു സാധനം എടുക്കുന്നു, മറ്റേ കുട്ടിക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല. നോക്കൂ, നിങ്ങൾ ഏറ്റവും നല്ല ഹെൽത്ത് ഡ്രിങ്ക് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹെൽത്ത് സപ്ലിമെന്റ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക സമീകൃതമായ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് എന്നാണ്. അത് കുട്ടികളായാലും ശരി, വലിയ ആളുകളാണെങ്കിലും ശരി, കറക്റ്റ് അളവിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും എല്ലാം അടങ്ങിയ സമീകൃത ആഹാരമാണ്. അതായത് സമീകൃത ആഹാരം പറയുന്നത് എന്താ? നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം. ആ ഭക്ഷണമാണ് ഏറ്റവും നല്ല ഹെൽത്ത് സപ്ലിമെന്റ്. സോ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ഒരു ഹെൽത്ത് ഡ്രിങ്കും കൊടുത്തിട്ടില്ല, നല്ല ഭക്ഷണം കൊടുക്കുന്നു, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം നന്നായിട്ട് കൊടുക്കുന്നു, അതിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, പരിപ്പ്, കടല, അതുപോലെ തന്നെ നോൺ വെജ് ആയിട്ടുള്ള ചിക്കനും മുട്ടയും പാലും അങ്ങനെയുള്ള ധാന്യങ്ങളും അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു സമീകൃത ആഹാരമാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് നൽകണമെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ഡ്രിങ്കിന്റെ ആവശ്യമില്ല.
ഈ പറയുന്ന ഒരു വർഷം കൊണ്ട് 6 സെന്റിമീറ്ററും 3 കിലോവും ഒരു കുട്ടി നോർമലായിട്ട് വെക്കുന്ന വെയിറ്റും ഹൈറ്റുമാണ്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. കാരണം ഒരു കുഞ്ഞ് നന്നായി ഭക്ഷണം കഴിക്കുന്ന ആരോഗ്യമുള്ള ഒരു കുട്ടി നോർമലായിട്ട് വെക്കേണ്ട ഒരു ഹൈറ്റും വെയിറ്റും എന്ന് പറയുന്നത് ഒരു ആദ്യത്തെ ഒരു 1-2 വർഷം കഴിഞ്ഞാലത്തെ കാര്യം ഞാൻ പറയുന്നത്. ഒരു 4 വർഷം വരെയൊക്കെ ആക്ച്വലി ഹൈറ്റും വെയിറ്റും ഒക്കെ പെട്ടെന്ന് വെക്കും. അതായത് നമുക്കറിയുന്നല്ലേ, ഒരു 3 കിലോ ജനിക്കുമ്പോൾ 3 കിലോ ഉള്ള കുട്ടി ഒരു വയസ്സൊക്കെ ആവുമ്പോഴേക്കും 9-10 കിലോ ആവുന്നു അല്ലെ. അതായത് ഒരു 3 ടൈംസ് ആവുന്നു. ഒരു 2 വയസ്സൊക്കെ ആവുമ്പോഴേക്കും 12-13 കിലോ ആവുന്നു. ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെ ആവുമ്പോഴേക്കും 15-16 കിലോ ആവുന്നു. അതായത് ആദ്യത്തെ ഒരു 4 വർഷം ആ കുഞ്ഞിന്റെ ഹൈറ്റും വെയിറ്റും വളരെ വേഗത്തിലാണ് കൂടുക. ആ 4 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഒരു ജനറലി ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ അഡോളസന്റ് ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞാലും പെട്ടെന്ന് ഹൈറ്റും വെയിറ്റും കൂടും. അത് നമുക്കറിയാലോ. കൗമാര പ്രായത്തിലുള്ള കുട്ടികൾ ഒരു 10-12 വയസ്സ് കഴിയുമ്പോൾ പിന്നെയും അവരുടെ ഗ്രോത്ത് സ്പെർട്ട് വരുന്ന സമയമാണ്. ഇതിന്റെ ഇടയിലുള്ള കുട്ടികൾക്ക് ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു വർഷം ഒരു 2 to 3 kg ആണ് അവർ ഒരു വർഷം കൂടേണ്ട വെയിറ്റ്. അതേ പറഞ്ഞ പോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 5 to 6 സെന്റിമീറ്റർ ആണ് ഒരു വർഷം കൂടേണ്ട ഹൈറ്റ്. ഞാൻ പറയുന്നത് 4 വയസ്സ് മുതൽ ഏകദേശം ഒരു 10-12 വയസ്സ് അഡോളസന്റ് കൗമാരപ്രായത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ വീണ്ടും പെട്ടെന്ന് തന്നെ അവരുടെ ഹൈറ്റും വെയിറ്റും കൂടും. അപ്പോ ഇതാണ് അവരുടെ ആവറേജ് വെയിറ്റ് ആൻഡ് ഹൈറ്റ് ഗെയിൻ. പക്ഷേ ഇവര് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഹെൽത്ത് ഡ്രിങ്ക് കഴിച്ചാൽ മാത്രമാണ് ഈ കുട്ടി ഇത്ര ഹൈറ്റ് വെക്കുക, അല്ലെങ്കിൽ ഇത് കഴിക്കാത്ത കുട്ടി 3 സെന്റിമീറ്ററേ വെക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 1 കിലോയെ കൂടുന്നുള്ളൂ. അത് തെറ്റാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ മിസ്ലീഡ് ചെയ്യാനുള്ള. കാരണം ഞാൻ പറഞ്ഞ പോലെ ഏതൊരു അച്ഛനും അമ്മയും ചിന്തിക്കുക എന്താണ്, അയ്യോ എന്റെ കുഞ്ഞ് ഇത് വാങ്ങിക്കൊടുക്കാത്തതുകൊണ്ട് എന്റെ കുട്ടി ബാക്കിയുള്ള കുട്ടികളുടെ അത്ര ഹൈറ്റ് വെക്കില്ല, ബാക്കിയുള്ള കുട്ടികളുടെ അത്ര വെയിറ്റ് വെക്കില്ല. അപ്പൊ ആ ഒരു പേടി കൊണ്ട് ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയിട്ടും ഈ പറയുന്ന ഹെൽത്ത് ഡ്രിങ്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലെ. അതല്ലേ ഉണ്ടാവുന്നത്. സോ അത് നമ്മളെ ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണ്. ഇതൊരു ആക്ച്വലി അവർ പറയുന്ന കാര്യങ്ങൾ ഒരു മിസ്ലീഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യവും ഇല്ല. നന്നായി ഭക്ഷണം നിങ്ങളുടെ കുഞ്ഞ് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ഡ്രിങ്കിന്റെ ആവശ്യം നിങ്ങളുടെ കുട്ടിയുടെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ഗ്രോത്തിന് ആവശ്യമില്ല. ഇനി ഇത് കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നവരത് കൊടുക്കണ്ട എന്ന് ഞാനൊന്നും പറയാറില്ല. നിങ്ങളുടെ സമാധാനത്തിന് നിങ്ങളുടെ സന്തോഷത്തിന് വേണമെങ്കിൽ നിങ്ങൾ അത് കൊടുത്തോളൂ. അതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ പലപ്പോഴും അച്ഛനമ്മമാരുടെ ഒരു വിചാരം എന്താണെന്നറിയോ, ഇത് കൊടുത്താൽ എല്ലാം ആയി. അവർ പറയുന്ന പോലെ, അവർ പരസ്യത്തിലൊക്കെ പറയുന്ന പോലെ ഒരു ദിവസത്തേക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ഇത്ര കൊടുത്താൽ കിട്ടി, അങ്ങനെ വിശ്വസിച്ച് പലപ്പോഴും നമ്മുടെ അച്ഛനമ്മമാര് ഇതിൽ മാത്രം ചിലപ്പോൾ 2-3 ഗ്ലാസ് ഒക്കെ കലക്കി കൊടുക്കുന്നുണ്ടായിരിക്കും. മര്യാദയ്ക്കുള്ള വേറെ ഭക്ഷണങ്ങൾ ഒന്നും ആ കുഞ്ഞ് കഴിക്കുന്നുണ്ടാവില്ല. അതിൽ നിങ്ങളുടെ കുഞ്ഞിന് വലിയ വൈറ്റമിൻ ഡെഫിഷ്യൻസിയും മിനറൽ ഡെഫിഷ്യൻസിയും അതുപോലെ തന്നെ ന്യൂട്രിയന്റ് ഡെഫിഷ്യൻസിയും ഉണ്ടാക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഹെൽത്ത് ഡ്രിങ്കുകൾ നമ്മളൊരു മേമ്പൊടി എന്നൊക്കെ പറയില്ലേ, ഒരു ആഡ് ഓൺ നിങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത് വാങ്ങിക്കൊടുക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സാമ്പത്തികമായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ കൊടുക്കണോണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് കൊടുത്തോണ്ട് എല്ലാമായി എന്ന് വിശ്വസിച്ചിരിക്കുന്നത് മഹാമണ്ഡത്തരമാണ്. നമ്മുടെ കുഞ്ഞിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വെയിറ്റും ഹൈറ്റും മെന്റൽ ഡെവലപ്മെന്റ് ബ്രെയിൻ ഡെവലപ്മെന്റിനും ഒക്കെ ആവശ്യം നല്ല ബാലൻസ്ഡ് ഡയറ്റ് ആണ്, സമീകൃതമായ ആഹാരമാണ്. സമീകൃതമായ ആഹാരം എന്താണെന്നുള്ളത് നമ്മൾ എത്രയോ ടോക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്, ഈ 5 സംഗതികൾ കൃത്യമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണം. അതെന്തൊക്കെയാണ്? ധാന്യങ്ങൾ, അതായത് ഗോതമ്പ്, അരി എന്ന പോലെയുള്ള ധാന്യങ്ങൾ. പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോട്ടീൻ ഏറ്റവും നന്നായിട്ട് അടങ്ങിയിട്ടുള്ളത് പയറുവർഗ്ഗങ്ങളിലും അതുപോലെ തന്നെ നോൺ വെജ് ആയിട്ടുള്ള മുട്ട, പാല്, അതുപോലെ ചിക്കൻ, അതുപോലെ അങ്ങനത്തെ സംഗതികളുമാണ് പ്രോട്ടീൻ കൃത്യമായിട്ട് അടങ്ങിയിട്ടുള്ളത്. ഫാറ്റ് അടങ്ങിയിട്ടുള്ളത് ഇപ്പൊ ആക്ച്വലി നമ്മൾ ഈ പ്രോട്ടീനും ഇതൊക്കെ ഫാറ്റ് വേറെ തന്നെ കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കഴിക്കുന്ന എല്ലാത്തിലും നമുക്ക് അത്യാവശ്യമുള്ള ഫാറ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉള്ളത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലും അതുപോലെ തന്നെ പച്ചക്കറികളിലുമാണ്, ഫ്രൂട്ട്സിലുമാണ്. സോ ഇതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഹെൽത്ത് ഡ്രിങ്കിന്റെയും ആവശ്യമില്ല. ഇനി ഭക്ഷണം ഒട്ടും കഴിക്കാത്ത കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്തോളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം അത് കൊടുത്തത് കൊണ്ട് എല്ലാം തികഞ്ഞു എന്നുമല്ല. സമീകൃത ആഹാരത്തിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു ഹെൽത്ത് ഡ്രിങ്കിനും സാധിക്കില്ല. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൊടുക്കുന്ന ഹെൽത്ത് ഡ്രിങ്കുകൾ അതൊരു ജസ്റ്റ് ഒരു ആഡ് ഓൺ മാത്രമാണ്, ഒരു മേമ്പൊടി മാത്രമാണ്. അതല്ല കുഞ്ഞിന്റെ പ്രധാനപ്പെട്ട ഭക്ഷണം. അത് കൊടുത്തതുകൊണ്ട് കുഞ്ഞിന് എല്ലാം ആയി എന്നും ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കരുത്. കുറെ ആളുകൾ കുറെ ബ്രാൻഡുകളുടെ പേര് ചോദിക്കുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഒരു ബ്രാൻഡിനെയും പ്രത്യേകിച്ചൊരു പേര് പറയാൻ താല്പര്യമില്ല. എല്ലാ ഹെൽത്ത് ഡ്രിങ്കുകളും നിങ്ങൾ ഏത് പേര് പറഞ്ഞാലും എനിക്ക് അതിനെപ്പറ്റി തന്നെ പറയാനുള്ളൂ. ഒരു ഹെൽത്ത് ഡ്രിങ്കുകളും നമ്മുടെ സമീകൃത ആഹാരത്തിന് റീപ്ലേസ്മെന്റ് അല്ല. അത് കൊടുത്തതുകൊണ്ട് കുട്ടിക്ക് വേണ്ട എല്ലാ ന്യൂട്രിയന്റുകളും കിട്ടുമെന്നുള്ളത് മിഥ്യാധാരണയാണ്. അത് കൊടുത്തുകൊണ്ട് മാത്രം നിങ്ങളുടെ കുട്ടി ഒരു വർഷത്തിൽ 6 സെന്റിമീറ്റർ 3 കിലോ വെയിറ്റ് വെക്കുമെന്ന് വിചാരിക്കുന്നതും മിഥ്യാധാരണയാണ്. നല്ല സമീകൃത ആഹാരം
കഴിച്ചു വളരുന്ന കുട്ടിക്ക് നല്ല ഇമ്മ്യൂണിറ്റിയും നല്ല ഗ്രോത്തും നല്ല ബ്രെയിൻ ഡെവലപ്മെന്റും ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ഹെൽത്ത് ഡ്രിങ്കിന്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ആവശ്യമില്ല എന്ന് തന്നെയാണ് എന്റെ ഉത്തരം. ഇനി ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്ക്, ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികൾക്ക് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തോളൂ. പക്ഷേ അതൊരിക്കലും ഭക്ഷണത്തിന് റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ അതിന് പകരമോ ആവുന്നില്ല കേട്ടോ. അപ്പോ ഇത്രയുമാണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്. സോ ഇന്ന് നമ്മൾ ഇനി ആക്ച്വലി വലിയ ആളുകളുടെ, ഞാൻ അതുകൂടി ഒന്ന് പറഞ്ഞു നിർത്താം. ഇപ്പൊ നമ്മൾ കുട്ടികളുടെ ഹെൽത്ത് ഡ്രിങ്കുകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. വലിയ ആളുകളുടെ ഇപ്പോ വിമൻസ് ഹോർലിക്സ് അല്ലെങ്കിൽ എൻഷുവർ എന്നൊക്കെ പറഞ്ഞ് പല പ്രോട്ടീൻ പൗഡറുകൾ വരുന്നുണ്ട്. പലപ്പോഴും അതൊക്കെ കഴിക്കുന്നത് കൊണ്ട് കഴിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ കഴിച്ചോളൂ എന്ന് തന്നെയാണ് പറയാനുള്ളത്. പലപ്പോഴും ബെഡ് റിഡൻ ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഭക്ഷണം ശരിക്കും കഴിക്കാൻ പറ്റാത്ത ക്യാൻസർ രോഗികൾക്ക്, അങ്ങനെ ക്രോണിക് ആയിട്ടുള്ള ഡിസീസസ് ഉള്ള പല ആളുകൾക്കും ഡോക്ടർമാർ തന്നെ ഇതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്, ഇങ്ങനെയുള്ള പ്രോട്ടീൻ പൗഡറുകൾ. കാരണം അതിൽ പ്രോട്ടീൻ നല്ല അളവിൽ അടങ്ങിയിരിക്കുന്നത്. കാര്യം അവർക്ക് പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ കൂടി ചിലപ്പോൾ പല ഹെൽത്ത് ഇഷ്യൂസും കാരണം കഴിക്കാൻ പറ്റാറില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ഹെൽത്ത് ഡ്രിങ്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോ ഈ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളുകളും ഹെൽത്ത് ഡ്രിങ്കുകൾ എൻഷോറൊക്കെ നമ്മളിപ്പോ ആഡ് വരുന്നത് നമ്മൾ കാണാറുണ്ട് പരസ്യത്തിൽ. അങ്ങനത്തെ പ്രോട്ടീൻ പൗഡറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ, ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്ത ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരോട് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, ഇതൊക്കെ ഒരു മേമ്പൊടിയായി മാത്രം നിങ്ങളുടെ ഒരു സന്തോഷത്തിനും നിങ്ങളുടെ ഒരു സമാധാനത്തിനും സംതൃപ്തിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ ഇതൊരിക്കലും നിങ്ങളുടെ ബാലൻസ്ഡ് ഡയറ്റിനെ റീപ്ലേസ് ചെയ്യുന്നില്ല. സോ കോൺസെൻട്രേറ്റ് ഓൺ യുവർ ഫുഡ്. ഓക്കെ, നിങ്ങളുടെ ഭക്ഷണത്തിൽ, അത് കുട്ടിയായാലും ശരി വലിയ ആളുകളാണെങ്കിലും ശരി, നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നല്ല ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക, നന്നായി വെള്ളം കുടിക്കുക, ജങ്ക് ഫുഡ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക, പ്രോസസ്ഡ് ഫുഡ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസുകളും കൃത്യമായ അളവിൽ ചേർന്നിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ. എന്താണ് ഹെൽത്തി ഫുഡ് പ്ലേറ്റ് എന്നും WHO ഹെൽത്തി ഫുഡ് പ്ലേറ്റ് എന്താണെന്നുള്ളത് ഞാനൊരു തവണ എന്റെ ഒരു എന്താ പറയാ, ഞാൻ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്റെ ലഞ്ച് ബോക്സ് തുറന്നിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. 2-3 ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. കേൾക്കാത്തവർ നമ്മുടെ പേജിൽ തന്നെ കിടക്കുന്നുണ്ട്, ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എന്താണ് ഹെൽത്തി ഫുഡ് പ്ലേറ്റ് എന്ന് മനസ്സിലാക്കി കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോക്ക്. മാക്സിമം എല്ലാ അച്ഛനമ്മമാരിലേക്കും, കാരണം ഞാൻ എത്രയോ അച്ഛനമ്മമാരെ കണ്ടിട്ടുണ്ട്, പാവപ്പെട്ട കൂലിപ്പണിക്കൊക്കെ പോകുന്ന അച്ഛനമ്മമാര് ഇത്രയും കാശ് ചെലവാക്കിയിട്ട്, ഭയങ്കര പൈസ ചെലവാക്കിയിട്ട്, ഇങ്ങനെയുള്ള, അവർക്ക് ആക്ച്വലി അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല, എന്നിട്ട് പോലും ഇങ്ങനെ പല പരസ്യങ്ങളിലും വീണുപോയി ഇങ്ങനെ കുട്ടികൾക്ക് പല പൊടികളും വാങ്ങിക്കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ടുകൂടി പറയുകയാണ്, നല്ല ഭക്ഷണത്തിന് പകരം വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ആ പൈസ കൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് ആ കുട്ടിക്ക് വേണ്ട, ആ കുട്ടി നന്നായി ഭക്ഷണം കഴിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ചിക്കനും അല്ലെങ്കിൽ അതുപോലെ തന്നെ മുട്ടയും പാലും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ വാങ്ങിക്കൊടുക്കാൻ സാധിക്കും. അപ്പൊ ആ പൈസ നിങ്ങൾ കുറച്ചുകൂടി ന്യൂട്രിയന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. സോ ഇത് എല്ലാ അച്ഛനമ്മമാരിലേക്കും എല്ലാവരിലേക്കും നിങ്ങൾ ദയവ് ചെയ്തൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഹെൽത്ത് ഡ്രിങ്കുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹെൽത്ത് സപ്ലിമെന്റുകൾ എടുക്കണ്ട എന്നുള്ളതല്ല, പക്ഷേ അതിന്റെ എന്താണ് നെല്ല് പതിര് എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ അത് ഉപയോഗിക്കുക. തെറ്റിദ്ധാരണ വെച്ചൊരിക്കലും നിങ്ങൾ ഇത് വാങ്ങി കഴിക്കരുത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ശുഭദിനം.